ഇന്ന് നമ്മൾ വണ്ടിയുടെ ഫസ്റ്റ് സർവീസിനും ഇൻസ്പെക്ഷനായിട്ട് പുഴക്കൽപ്പാടത്തുള്ള നിസാൻ്റെ ഷോറൂമിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെ എടുക്കും എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആ സമയം കൊണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള ശോഭ സിറ്റി മോളിലേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ ശോഭ സിറ്റി മോളിലേക്ക് എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിയിലേക്ക് ഒരുപാട് ഫ്ലാറ്റുകളും വില്ലാസൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശോഭ സിറ്റിയും ക്രിസ്മസിന് വരവേൽക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ദാ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ക്രിസ്മസ് പാപ്പയും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ദാ ഇവിടെ ഒരു സാന്റാക്ലോസ് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോളിനകത്ത് എല്ലാ ഭാഗത്തും ക്രിസ്മസ് വർക്കുകളും ഡെക്കറേഷൻസും ലൈറ്റ്സും ഒക്കെ കൊണ്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ വർക്കിംഗ് ഡേയും സ്കൂൾ ഡേയും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം മോളിനകത്ത് അത്രയൊന്നും തിരക്ക് കാണുന്നില്ല. സാധാരണ ശോഭ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സാധനങ്ങളും പർച്ചേസ് ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ഈ ഹൈപ്പർ മാർക്കറ്റിനകത്ത് ഒരുപാട് സാധനങ്ങൾക്ക് റേറ്റ് കുറവുണ്ട് കേട്ടോ. മാത്രമല്ല ഒരുപാട് ഓഫേഴ്സും പല പ്രൊഡക്ട്സിനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ശോഭ സിറ്റിയുടെ തന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. എന്തൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആണെന്നറിയോ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട്. ചെറിയൊരു ചാറ്റൽ മഴയത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫ്ലാറ്റുകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിവിടെ നിൽക്കുകയാണ്. കുട്ടികൾക്കായിട്ടുള്ള ടോയ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ കയറാനായിട്ട് 100 രൂപയാണ് വരുന്നത്. രാത്രി ആവുമ്പോൾ ഈ സ്ഥലം ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും കേട്ടോ. ഒരുപാട് ആൾക്കാരും ഫുഡ് കൗണ്ടേഴ്സും ലൈറ്റ്സും മ്യൂസിക്കൊക്കെ ആയിട്ട്. അടുത്തത് നമ്മൾ പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെയും നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് സാന്റാക്ലോസ് ഇരിക്കുന്നുണ്ട്. നല്ല നാടൻ വിഭവങ്ങളും അതുപോലെ തന്നെ ഫ്രഞ്ച് ഡിഷസ്, അറബിക് ഡിഷസ്, ഫലൂഡ, ഐസ്ക്രീംസ്, ജ്യൂസസ്, പിസ്സാസ് അങ്ങനെ ഒരുപാട് ഡിഷസ് ഈ ഫുഡ് കോർട്ടിൽ അവൈലബിൾ ആണ്. കിഡ്സിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർ സ്പോർട്ട് പാർക്ക് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കോൾ വന്നു. അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.